നമസ്കാരം. ലേണിംഗ് ലാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മൾ ആരംഭിക്കുന്ന പ്രത്യേക GK സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളെക്കുറിച്ചാണ് ഈ ഒരു സീരീസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവരുടെ ജീവിതം, പോരാട്ടങ്ങൾ, രാജ്യത്തിനായുള്ള വിലപ്പെട്ട സംഭാവനകൾ എന്നിവ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലൂടെയും ലളിതമായ വിശദീകരണങ്ങളിലൂടെയുമെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടിയ ഈ മഹാന്മാരായ നേതാക്കളെ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സത്യവും അഹിംസയും എന്ന ആശയങ്ങളിലൂടെ പുതിയൊരു ദിശ നൽകിയ നേതാവാണ് നമ്മുടെ സ്വന്തം ഗാന്ധിജി. അസഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങളെ മാനിച്ചുകൊണ്ട്, അതായത് ബഹുമാനിച്ചുകൊണ്ടാണ് ജനങ്ങൾ സ്നേഹത്തോടെ മഹാത്മാ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ശരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. ധീരനായ നേതാവായിരുന്ന അദ്ദേഹം ഇന്ത്യൻ ദേശീയ സേനയെ നയിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടി. അതുകൊണ്ടാണ് അദ്ദേഹം നേതാജി എന്ന പേരിൽ പ്രശസ്തനായത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്നത് ഇന്നും ഇന്ത്യയുടെ അഭിമാന മുദ്രാവാക്യമാണ്. ഈ ഒരു മുദ്രാവാക്യം രാജ്യത്തിലുടനീളം ജനപ്രിയമാക്കുന്നതിൽ സുഭാഷ് ചന്ദ്രബോസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത് എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. തകർന്ന് തരിപ്പണമായിരുന്ന ചിഹ്ന ഭിന്നമായിരുന്ന നമ്മുടെ രാജ്യത്തിനെ ഒരു പുതിയ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് നെഹ്റു ആയിരുന്നു. ഇരുമ്പു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ച നേതാവ് ആര്? ശരിയായ ഉത്തരം ബാലഗംഗാധര തിലകാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളിൽ സ്വാതന്ത്ര്യബോധം വളർത്തിയ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുദ്രാവാക്യം ഇന്ത്യക്കാരിൽ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ശരിയായ ഉത്തരം ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച നേതാവായിരുന്നു ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരായ പ്രതിഷേധത്തിനിടെ പോലീസിൻ്റെ മർദ്ദനമേറ്റ് ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ത്യാഗം, അതായത് സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്ത ഈ ഒരു ത്യാഗം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയൊരു പ്രചോദനമായിട്ടാണ് മാറിയത്. ലാൽ, ബാൽ, പാൽ എന്ന ത്രയത്തിലെ പാൽ ആര്? ഉത്തരം ബിപിൻ ചന്ദ്രപാൽ. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ചേർന്നാണ് ലാൽ, ബാൽ, പാൽ എന്നറിയപ്പെട്ടത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന പ്രമുഖ നേതാക്കളായിരുന്നു ഇവർ. ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകിപ്പോകുന്നുവെന്ന് ഡ്രെയിൻ തിയറി വഴി അദ്ദേഹം വിശദീകരിച്ചു. സ്വാതന്ത്ര്യചിന്ത വളർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആര്? ആലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂം.
അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. 1885 ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് ഈ ഒരു സംഘടനയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായി മാറിയത്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഉത്തരം ഗോപാൽകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി അദ്ദേഹത്തെ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കിയിരുന്നത് ഗോപാൽകൃഷ്ണ ഗോഖലെയെ ആയിരുന്നു. രാജ്യസേവനത്തിൻ്റെ പ്രാധാന്യവും ജനങ്ങളുമായി എങ്ങനെ ഇടപഴകണമെന്നതും ഗാന്ധിജി ഗോഖലെയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ ആര്? ഉത്തരം ആനി ബസന്റ്. അയർലാൻഡിൽ ജനിച്ച ആനി ബസന്റ് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇന്ത്യക്ക് സ്വയംഭരണം ലഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു ആനി ബസന്റ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം സരോജിനി നായിഡു. മികച്ച കവയത്രിയും പ്രഗത്ഭയായ പ്രഭാഷകയുമായിരുന്ന സരോജിനി നായിഡു സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പ്രവർത്തിച്ചു. രാജ്യസ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ പ്രസംഗങ്ങളും കവിതകളും വലിയ പങ്ക് വഹിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവും മികച്ച പണ്ഡിതനുമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ച അദ്ദേഹം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ നിരവധി നിർണായക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആസാദ് എന്ന പേരിൽ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ചന്ദ്രശേഖർ ആസാദ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയ ധീരനായ വിപ്ലവകാരിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും ജീവനോടെ പിടികൊടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത അദ്ദേഹം അവസാനം ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ടാണ് വീരമൃത്യു വരിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിട്ട സൈനികൻ ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അദ്ദേഹം നടത്തിയ കലാപമാണ് പിന്നീട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വളർന്നത്. അതുകൊണ്ട് തന്നെ മംഗൾ പാണ്ഡെയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഝാൻസിയുടെ റാണി എന്ന പേരിൽ പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര നായിക ആര്? ഉത്തരം റാണി ലക്ഷ്മിബായി. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ധീരമായി പോരാടിയ വനിതാ നേതാവായിരുന്നു റാണി ലക്ഷ്മിബായി. അവരുടെ ധൈര്യവും രാജ്യസ്നേഹവും ഇന്നും എല്ലാവർക്കും പ്രചോദനമാണ്. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ റാണി ലക്ഷ്മിബായിക്കൊപ്പം പോരാടിയ പ്രമുഖ നേതാവ് ആര്? ഉത്തരം താന്തിയ തോപ്പെ. 1857 സമരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ സേനാ നായകനായിരുന്നു താന്തിയ തോപ്പെ. അദ്ദേഹത്തിൻ്റെ ധീരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രത്യേകം ഓർമ്മിക്കപ്പെടുന്നതാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ആവേശം നൽകിയ വനിതാ നേതാവ് ആര്? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തിയതിലൂടെയാണ് അരുണ ആസിഫ് അലി സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ഉണർവ് നൽകിയത്. ധീരതയും ദേശസ്നേഹവും കൊണ്ട് ശ്രദ്ധേയയായ വനിതാ നേതാവായിരുന്നു അരുണ ആസഫ് അലി. ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ. മഹാത്മാഗാന്ധിയുടെ അഹിംസാ ആശയങ്ങളിൽ വിശ്വസിച്ച ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് വിളിക്കുന്നത്. രാജാജി എന്ന പേരിൽ പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്ന സി രാജഗോപാലാചാരി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ അവസാനത്തെയും ഏക ഇന്ത്യൻ ഗവർണർ ജനറലുമായി സേവനമനുഷ്ഠിച്ചു. രാജാജി എന്ന പേരിലാണ് അദ്ദേഹം കൂടുതലായും അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്?
ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ഇന്ത്യ റിപ്പബ്ലിക്കായപ്പോൾ രാജ്യത്തിൻ്റെ ആദ്യ രാഷ്ട്രപതിയായി ചുമതലയേറ്റു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആദ്യകാല വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് എന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്നർത്ഥമുള്ള മുദ്രാവാക്യമാണ്. ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ മുദ്രാവാക്യം രാജ്യത്തുടനീളം ജനപ്രിയമാക്കി. ഇന്നും അത് ദേശസ്നേഹത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ സേനയുടെ അതായത് INA പരമോന്നത നേതാവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ സേനയ്ക്ക് നേതൃത്വം നൽകി. ജയ് ഹിന്ദ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം തുടങ്ങിയ ആഹ്വാനങ്ങളിലൂടെ അദ്ദേഹം യുവാക്കളിൽ ദേശസ്നേഹം വളർത്തി. ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയ നേതാവ് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവും പോരാട്ടവീര്യവും വർദ്ധിപ്പിച്ച ചരിത്രപ്രസിദ്ധമായിരുന്ന ഒരു ആഹ്വാനമായിരുന്നു ഇത്. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നു പറഞ്ഞ നേതാവ് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി യുവാക്കളെ പ്രചോദിപ്പിക്കാൻ അദ്ദേഹം അതായത് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ ഈ ഒരു ആഹ്വാനം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ശക്തമായ ഒരു സന്ദേശമായിരുന്നു ഇത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശബന്ധു എന്നറിയപ്പെട്ട നേതാവ് ആര്? ഉത്തരം ചിത്തരഞ്ജൻ ദാസ്. രാജ്യസ്നേഹവും ജനസേവനവും കൊണ്ട് പ്രശസ്തനായ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അങ്ങനെ ജനങ്ങൾ സ്നേഹത്തോടെ ചിത്തരഞ്ജൻ ദാസിനെ ദേശബന്ധു എന്ന് വിളിച്ചു. ലോകമാന്യ എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ ജനങ്ങൾ ഏറെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ലോകമാന്യ എന്ന ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഉണർവ് നൽകിയ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരത കോകില എന്നറിയപ്പെട്ട വനിതാ നേതാവ് ആര്? ഉത്തരം സരോജിനി നായിഡു. മികച്ച കവയിത്രിയും സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്ന സരോജിനി നായിഡു മനോഹരമായ കവിതകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തി. അതുകൊണ്ടാണ് അവർ ഭാരത കോകില എന്ന പേരിൽ പ്രശസ്തയായത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാന രാഷ്ട്രീയ സംഘടന ഏതാണ്? ഉത്തരം ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് ആണ്. 1885 രൂപീകൃതമായ ഈ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെല്ലാം നടന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി നിരവധി നേതാക്കൾ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു. ബീഹാറിൻ്റെ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം ചമ്പാരൻ സത്യാഗ്രഹത്തിന് പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സേവനമനുഷ്ഠിച്ചു. പഞ്ചാബ് കേസരി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാവ് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പോരാടിയ പ്രമുഖ ദേശീയ നേതാവായിരുന്നു ലാലാ ലജ്പത് റായ്. ലാൽ ബാൽ പാൽ ത്രയത്തിലെ ഒരാളായ അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹത്തോടെ പഞ്ചാബ് കേസരി എന്ന് വിളിച്ചു. ഇതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 100 ബേസിക് GK ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ലേണിംഗ് ലാമ്പ് വീണ്ടും എത്തും. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു മികച്ച GK പാക്കേജ് ആയിരിക്കും അത്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ലേണിംഗ് ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.